ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. പഞ്ചസാര പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ അത് കാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് പാലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാൽ ഫുൾ ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് ഈ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുമ്പം അങ്ങനെ ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് പാലൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയാണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞത് ഞാൻ 1 കപ്പിന് 1 മുട്ട എന്നുള്ള നിലക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 3 കപ്പ് പാലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 3 മുട്ട എടുക്കുക. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയാണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ബൗളിലേക്ക് 1 മുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ചധികം തന്നെ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം മുട്ടൻ്റെ ഫ്ലേവർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്ന പാലിൻ്റെ മിക്സ് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചാണ്ട് ഈ മുട്ടൻ്റെ ബാറ്റർക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ മുട്ട ചിലപ്പം വെന്ത് പോവും. ചൂടോടെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഒരു അരിപ്പയിലേക്ക് ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മിക്സ് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ ഒന്നും കൂടെ ഒന്ന് അരിപ്പയിലൊന്ന് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. കാരണം ഈ മേലുള്ള ഈ പതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്ത് മാറ്റണേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ബൗളിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഏത് പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനി പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ചെറിയൊരു ബൗളിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. 1 മുട്ട വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം 2 ബൗളിലേക്കുള്ളതുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്നെങ്കിൽ ക്ലീൻ റേപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറോ വെച്ചിട്ട് വെള്ളം ഉള്ളിലേക്ക് കടക്കാത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ മേലെയുള്ള പതൊക്കെ ഒന്ന് സ്പൂണിലൊന്ന് ആക്കിയെടുത്താണ്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കണതാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ടത് വേറൊരു പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അടിയിൽ മറ്റേ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് ചൂടുള്ള വെള്ളം ഈ പാനിൻ്റെ പകുതി വരെ, അതായത് ഈ പാത്രം മുങ്ങാത്ത രൂപത്തിൽ അതിൻ്റെ ഒരു ഭാഗം വരെ നമ്മളൊന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. എന്നിട്ട് നമ്മൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മുട്ട കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ആരും പറയില്ല. അതിൻ്റെ ഒരു ഫ്ലേവറോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കഴിക്കുമ്പോൾ തന്നെ എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ഡെസേർട്ടാണ് കേട്ടോ. പുഡിങ്ങിൻ്റെ അതേപോലെ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.